കിട്ടേണ്ടത് തലയ്ക്ക് തന്നെ കിട്ടിയപ്പോൾ സമാധാനമായല്ലോ. എന്നിട്ടും ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു വന്നതിനെ സമ്മതിക്കണം. എന്തായാലും ബാധ്യത എടുത്തിരുന്നല്ലോ. സമാധാനം. നല്ല വേദനയുണ്ടല്ലേ? ഇതുവരെ ഇല്ലായിരുന്നു. ഓ, അപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ വേദനയായിരിക്കും. ജേഡി പറഞ്ഞോളൂ, പക്ഷെ എഴുതാപ്പുറം വായിക്കണ്ട. അല്ലാതെ പിന്നെ ഇതുവരെ ഇല്ലാത്ത വേദന ഇപ്പോഴെന്താ? ആശ്വസിപ്പിക്കാൻ അടുത്ത ആളുണ്ടെന്ന് തോന്നുമ്പോ വേദന കൂടുന്നു കേട്ടിട്ടില്ലേ? അതാ ജേഡിയുടെ അടുത്ത് എത്തിയപ്പോൾ ഉള്ള ഈ വേദന. ഞാനുണ്ടാവില്ലേ നിന്റെ കൂടെ? അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല, നമുക്ക് വേണ്ടി മാത്രമായി ജീവിക്കുമ്പോൾ. നമുക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞ അതൊരു വല്ലാത്ത സ്വാർത്ഥതയല്ലേ? ആർക്കും ഒന്നും ചെയ്യാതെ ജീവിച്ച നാളെ ആരെങ്കിലും നമ്മളെ ഓർക്കുവോ? സ്വയം ജീവിക്കാത്തവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിനായി ഒന്നും ചെയ്യാനുള്ള അർഹതയില്ല. അതിന്റെ തിരിച്ചടി കിട്ടുന്നൊക്കെ. സ്വർഗം മോഹിച്ച് ത്യാഗത്തിനിറങ്ങിയതല്ല ഞാൻ. അതുകൊണ്ട് ഈ തിരിച്ചടികളൊന്നും എന്നെ വേദനിപ്പിക്കില്ല. എനിക്ക് വേദനിക്കും. ഭ്രാന്തന്മാർക്ക് എന്തുവാ? അവരെ സഹിക്കുന്നത് ത്യാഗികൾക്കൊരു ക്രെഡിറ്റുമായിരിക്കും. നഷ്ടപ്പെടുന്നത് എനിക്ക് വൈകി കിട്ടിയ ജീവിതം. ജേഡി സാറ് പറയുന്നതിലും കാര്യമുണ്ട് അമ്മാമ്മേ. സാർ അടുക്കും തോറും നാതിറക്കും അകലുകയാണ്. ഇതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടും അമ്മാമ്മ എന്താ ഒന്നും പറയാത്ത? ഞാൻ എന്നതായല്ലോ പറയേണ്ടത്? ആഹാ, സ്വന്തം കുടുംബം നോക്കാതെ മറ്റുള്ളവരുടെ സങ്കടം തീർക്കാൻ നടക്കുന്നത് ശരിയല്ലെന്ന് തീർത്തങ്ങ് പറയണം. എനിക്കതിനുള്ള അധികാരമില്ലാതായിപ്പോയി. അല്ലേ പണ്ടേ ഞാൻ പറഞ്ഞേന്. ജേഡി സാറിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇത് വല്ലൊരു സമ്മതിക്കും തോന്നുന്നുണ്ടോ അമ്മാമ്മയ്ക്ക്? ഇല്ല. ഒരു ഭർത്താവും അനുവദിച്ചു കൊടുക്കാത്ത പ്രവൃത്തി തന്നെയാണ് എൻ്റെ മോളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അവളുടെ മനസ്സിൽ അതിൽ എന്നതൊക്കെയോ ന്യായീകരണങ്ങളുണ്ട്. എന്നാ ന്യായീകരണമാ? ഒരു കൊച്ചിനെ കുറച്ചു നാൾ വളർത്തിയെന്ന് വെച്ച് അതിൻ്റെ തള്ളയെ ജന്മം മുഴുവൻ കാത്തുകൊള്ളാവുന്നു? അതല്ല, ജേഡി സ്വന്തം മോളെപ്പോലെ കരുതിയതായിരുന്നല്ലോ ജിഷയെ. അവൾ ഇവിടുന്ന് പോവാനും ജേഡിക്ക് ജിഷയോടുള്ള സ്നേഹം കുറയാനുമൊക്കെ താനാണ് കാരണമെന്ന ചിന്തയാണ് നാദിരയ്ക്ക്. ആ ചിന്തയ്ക്ക് പോഴത്തരമെന്നല്ലയോ അമ്മാമ്മ പറയുന്നത്? മകളെപ്പോലെ സ്നേഹിച്ച ജേഡി സാറിന് ആ കൊച്ചിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. പിന്നെ എന്നാത്തിനാ നാദിറ കുഞ്ഞ് വെറുതെ ചിന്തിച്ച് തലമുണ്ടാക്കുന്നത്? അതിപ്പോ ഓരോരുത്തർക്കും ഓരോ മനസ്സല്ലയോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നാദിരെയെങ്കിലും സഹായിച്ചില്ലെങ്കിൽ ജിഷയുടെ അമ്മ ചിലപ്പോൾ ഒരു മുഴുഭ്രാന്തിയായി പോയെന്ന് വരും. നാളെ എന്തെങ്കിലും ആ കൊച്ച് തിരിച്ചു വരുവാണെങ്കിൽ അതവൾക്കൊരു സങ്കടമാവത്തില്ലയോ? ആവട്ടെ, ആവണം. ഇങ്ങനൊരു അമ്മ ഇവിടെ സങ്കടപ്പെടാണെന്ന കാര്യം തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ ആ കൊച്ചു ഓർത്തില്ലല്ലോ. പെറ്റതള്ളയോട് സ്വന്തം മകൾക്കില്ലാത്ത സ്നേഹം നാദിറക്കുഞ്ഞ് എന്നാത്തിനാ അമ്മാമ്മ അവരോട് കാണിക്കുന്നത്? അതിനൊക്കെ കാരണമുണ്ടല്ലോ. എന്നാ ചെയ്യാനാ? ജന്മം കളഞ്ഞും ധർമ്മം കാക്കാനാ അവളുടെ തീരുമാനം. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സറിയാവുന്നത് കൊണ്ട് അവളെ പൂർണ്ണമായിട്ട് വിലക്കാനും എനിക്കാവുന്നില്ല. പാവം, എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ കർത്താവേ. ഈ ഡ്രിപ്പ് മാറ്റിക്കോളൂ. ശരി ഡോക്ടർ. ഗീത, 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 ഗീത. ഏയ് ഏയ് ഗീത. എനിക്ക് വീട്ടിൽ പോണം. ഇവിടെ കിടക്കും. വേണ്ട
ഗീത ഇനി കുറച്ചു നേരം ഇരിക്കട്ടെ. ഇത്രയും നേരം കിടന്നതല്ലേ. എനിക്ക് കിടത്തിയിരിക്കൊന്നും വേണ്ട, വീട്ടിൽ പോയാ മതി. ആ വേണമെങ്കിൽ ഇവർ രണ്ടുപേരും പിടിച്ചിവിടെ കിടത്തിക്കോ. എന്നാ എനിക്ക് അവിടെ സൗകര്യായി. ഞങ്ങള് നിനക്ക് സ്വൈരക്കേടായോ ഗീതേ? അതെ, നിങ്ങൾ എല്ലാവരും എന്റെ മോളെ കൊന്ന നാദയുടെ പക്ഷത്തല്ലേ? എനിക്കറിയാം, എന്റെ മോൾക്ക് ബലിയിടാൻ പോലും സമ്മതിക്കാത്ത ദുഷ്ടതയാണ്. ഒരു കാര്യം ചെയ്യാം, ഇവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഗീത ഇനി മുതൽ ഇവിടെ അങ്ങ് സ്വസ്ഥമായിട്ട് കുടിക്കും. ആ മകളില്ലാതെ വീട്ടിൽ പോയിട്ടെന്താ? ഇത് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്ക് മാത്രം താമസിക്കാനുള്ള സ്ഥലമാണ്. അപ്പോ എന്റെ മോളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമോ? പിന്നെ മോൾക്ക് വേണ്ടി ഗീതയ്ക്ക് എന്തൊക്കെ ചെയ്യണോ അതിനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. എന്നാ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. എന്റെ വീട് സ്വന്തമായിട്ട് അങ്ങ് എടുത്തോ. ചല്ല് ചെയ്യാൻ ഇങ്ങോട്ട് വരാതിരുന്നാ മതി. എനിക്ക് നിന്റെ ഒന്നും വേണ്ട. നിന്റെ വായിന്ന് ഇത് കേട്ടല്ലോ, അത് തന്നെ ധാരാളം. എന്താ മണിയെടുത്തിയത്? സഹിക്കാഞ്ഞിട്ടല്ലേ? കള്ളക്കരച്ചില നാദര പറഞ്ഞ് ഏൽപ്പിച്ചതാവും ഇങ്ങനെയൊക്കെ അഭിനയിച്ച് എന്നെ അങ്ങ് സ്വൈര്യം കെടുത്താൻ. അല്ല ഗീത, അത് സാർ ഇവരെ പറഞ്ഞേക്കുന്നോ അതോ ഞാൻ ഇവിടെ ഇറങ്ങി പോണോ? വേണ്ട വേണ്ട, ഗീത കിടന്നു. ഞാൻ അവരെ പറഞ്ഞു വിട്ടു. വരൂ, നടന്നോളൂ നടന്നോളൂ. ഇതിലൊന്നും സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. മനസ്സ് പാളിപ്പോയ മനുഷ്യനിങ്ങനെയാണ്. ഇല്ല ഡോക്ടർ, അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു സങ്കടവും ഇല്ല. ഈ അസുഖം മാറും വരെ എന്ത് സഹിച്ച് ഞാൻ ഗീതയോടൊപ്പം നിന്നോളാം. അതൊന്നും വേണ്ട, നിങ്ങൾ ഇപ്പം തന്നെ പൊയ്ക്കോളൂ. ഗീതയുടെ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഞങ്ങൾ നോക്കിക്കോളാം. കാണണമെന്ന് തോന്നുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഡോക്ടർ, അതാണ് ഇവിടുത്തെ രീതി. കാര്യങ്ങളൊക്കെ ഞാൻ നാദരയോട് പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇനിയും നിങ്ങളിവിടെ നിന്നാ ഗീത ചിലപ്പോൾ വയലന്റ് ആയിരിക്കും. ഞങ്ങൾ പൊയ്ക്കോളാം. ചെല്ലു. മണിയെടുത്തി പോകാം. ആ, ദിയ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. നാളെ ഒരുമിച്ച് വരാമെന്ന് കരുതിയതാ. പക്ഷേ അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്കെന്തോ വല്ലാത്തൊരു പ്രയാസം. അതുകൊണ്ടാ. മണിയാൻറ്റി, ഇപ്പം എങ്ങനെയുണ്ട്? ഏയ്, എന്താ ഇത്? ഇതിനും മാത്രം എന്താ ആൻറ്റി പ്രശ്നം? ഒന്നും പറയണ്ട മനു. മനസ്സ് കൈവിട്ട ശേഷം ഇതുവരെ നാദരയോട് മാത്രമേ ഗീതയ്ക്ക് വെറുപ്പുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങളെ അവക്ക് കണ്ടുകൂടാതായി. മുറിയിന്ന് അവൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിന്റെ സങ്കടം മണിയടുത്തേക്ക്. സാരമില്ല ആൻറ്റി, ഗീത ആൻറ്റിക്ക് മനസ്സ് നേരെ അല്ലാത്തതുകൊണ്ടല്ലേ. അത് തന്നെ എന്റെയും പ്രയാസം. എന്നെ ഇവിടെയൊക്കെ ഒരു മയക്കം കഴിഞ്ഞ് ഉണരുമ്പോഴേക്കും വെറുക്കാൻ മാത്രം അവളുടെ മനസ്സ് മാറിപ്പോയെങ്കിൽ പഴയ ഗീത ഇനി തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് എന്താ ഒരു ഉറപ്പ്? അതൊക്കെ കിട്ടും ആൻറ്റി. ഡോക്ടർ മൂർത്തി കൈയൊഴിഞ്ഞില്ലല്ലോ, അഡ്മിറ്റ് ചെയ്തില്ലേ. ഇനി ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. നാദര മുന്നിട്ട് ഇറങ്ങിയതുകൊണ്ടാ മനു ഇതൊക്കെ സാധിച്ചത്. ഹമീദിക്ക് ഒഫീഷ്യൽ ടൂറില്ല, വേറെ ആരാ സഹായിക്കാൻ? നീയൊന്നിപ്പോ തിരിഞ്ഞു നോക്കാറ് പോലില്ലല്ലോ. ആൻറ്റി, അത് ഞാനും ഒരല്പം ജോലി തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. കഷ്ടപ്പെടാൻ യോഗമുള്ളവർക്ക് തുണയ്ക്കെത്താൻ ആർക്കും തോന്നില്ലല്ലേ ഇല്ലേ? അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഒക്കെ നേരെയാവും ആൻറ്റി. ഇത് ഞാൻ എന്നും പറയുന്ന പോലല്ല. എങ്ങനെ പറഞ്ഞാലും ജയമോളെ തിരിച്ചു കിട്ടാതെ ഒന്നും നേരെയാവില്ല മനു. മകള് മരിച്ചെന്ന ബോധത്തിൽ നിന്ന് ഗീത മാറണമെങ്കിൽ ജയമോളെ മുമ്പിൽ കൊണ്ട് നിർത്തുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നാ ഡോക്ടർ പറയുന്നേ. അപ്പോ ജയെ കണ്ടാൽ ഗീതാൻറ്റി പൂർണ്ണമായും നോർമൽ ആവുമെന്ന് ഡോക്ടർ ഉറപ്പുണ്ടല്ലേ? അതെ, ആ ഒരു ഉറപ്പ് മാത്രമേ
ഗീതയുടെ കാര്യത്തിലുള്ളൂ എന്നുള്ളതാ സത്യം. എന്നാ ഞങ്ങൾ പോവാ. ഇവിടെ നിൽക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ, നീ ഗീതയെ കാണുന്നുണ്ടോ? ആ, ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്നാ ചെല്ലെ. ഡോക്ടർ കാണാൻ സമ്മതിച്ചാൽ തന്നെ ഗീത എങ്ങനെ പെരുമാറാന്ന് അറിയില്ല. എങ്ങനെ പെരുമാറിയാലും ഞാൻ സഹിച്ചോളാം ആൻറ്റി. എന്നാ ഞങ്ങൾ വരട്ടെ. വരട്ടെ മണി. ശരി. എന്താ മോനെ, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, നിനക്കൊരു ഉത്സാഹമില്ലല്ലോ. എന്താ, സുഖമില്ലേ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ ഇരുന്ന. എന്നാ വാ, വന്ന് വല്ലതും കഴിക്കേ. എനിക്ക് വേണ്ടമ്മേ, വിശക്കുന്നില്ല. അതെന്താ, നീ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോ? ഒന്നും കഴിച്ചൊന്നുമില്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഇതെന്താ അസുഖം വരുന്നതിന്റെ ലക്ഷണ? പനിയൊന്നും ഇല്ലല്ലോ. ഇല്ലമ്മേ, അസുഖമൊന്നുമില്ല. എങ്കിൽ മനസ്സിനെന്തോ ആദ്യ തട്ടിയിട്ടുണ്ട്. എന്താ മോനെ, എന്താണെങ്കിലും അമ്മയോട് പറ. നിന്റെ മുഖം കണ്ടാൽ അമ്മയ്ക്കറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് വേറൊന്നുമല്ലമ്മേ, ഞാനിന്ന് മെൻ്റൽ ക്ലിനിക്കിൽ പോയി ജയയുടെ അമ്മയെ കണ്ടു. അത് ശരി, അതിനാണോ ഇത്ര വിഷമം? ആ ഒരവസ്ഥ നേരിക്കണ്ട ആരാണെങ്കിലും വിഷമിച്ചു പോകും. ജയയുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു ദുർബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടായിരിക്കും ദിയ പറഞ്ഞപ്പം നീ അത്ര കാര്യമാക്കാതിരുന്നത്. അതെ, അവള് പറയുമ്പോഴും കാര്യങ്ങൾ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ജയെ തിരിച്ചു കിട്ടാതെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ കുട്ടി എന്തെങ്കിലും തിരിച്ചു വരുമായിരിക്കും മോനെ. അങ്ങനെ ആശ്വസിക്കാനല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാനൊക്കും? ആ, നീ നാളെ ദിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ വാക്ക് പറഞ്ഞതാ. ഇന്ന് പോയെന്ന് കരുതി അവളെ കൊണ്ടുപോകുന്ന കാര്യം മറക്കണ്ട. അത് ചിലപ്പോൾ നടക്കില്ലമ്മേ. എനിക്ക് നാളെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില ജോലികളുണ്ട്. അതാണെങ്കിൽ ഞാൻ മറക്കുകയും ചെയ്തു. എങ്കിൽ പിന്നെ നീ എന്തിനാ അവൾക്ക് വാക്ക് കൊടുത്തത്? വർക്കിൻ്റെ കാര്യം പെട്ടെന്നല്ലേ അമ്മ അറിഞ്ഞത്. അത്യാവശ്യമായിട്ടൊരു ന്യൂസ് കവർ ചെയ്യണം, ഫീച്ചർ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് ദിയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? ഓ, നാളെ അവൾ വന്ന അമ്മ പറഞ്ഞാൽ മതി. നാളത്തെ ദിവസം ഒഴികെ വേറെ ഏത് ദിവസം വേണേലും ഞാൻ കൊണ്ടുപോയിക്കോളാം. ദേ, നല്ല അമ്മയല്ലേ, പ്ലീസ്. നിനക്ക് പിന്നെ എന്തിനും ഒരു പ്ലീസ് സോറി ഉണ്ടല്ലോ. വാ, വന്നു വല്ലതും കഴിക്കേ. ജെഡിക്ക് ഡോക്ടർ മൂർത്തിയായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, കേട്ടിട്ടുണ്ട്. പിന്നെ മനോരോഗികളോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ ഇത് മാഗസീനിൽ വായിച്ചിട്ടുണ്ട്. ഡോക്ടറിൽ വേണ്ടത്ര വിശ്വാസം തോന്നിയില്ലേ? ആ, പിന്നെ അതല്ല, അവിടെ എത്തിച്ചതിന് ശേഷം ജിഷയുടെ അമ്മയില് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിന് നിമിത്തമായത് ജേഡിയ. അതുപോലെ പരോക്ഷമായെങ്കിലും ജിഷയുടെയും അമ്മയുടെയും നന്മയ്ക്ക് വേണ്ടി ജേഡി എൻ്റെ ഒപ്പം ഉണ്ടാവണം. സുഖം പ്രാപിക്കുന്നവരെ നമുക്ക് അവരെ ചികിത്സിക്കാം. അതിലപ്പുറം ഒരു ഇൻവോൾവ്മെന്റിന് നീ നിൽക്കില്ല എന്ന് ഉറപ്പ് തരാമെങ്കിൽ. ജേഡി എന്തിനാ ഇതുവരെ ഇല്ലാത്ത വിധം ഇപ്പൊ എന്റെ കാര്യത്തിൽ ഇത്ര സെൽഫിഷ് ആവുന്നത്? ഞാൻ കൂടെ തന്നെ ഇല്ലേ? ഈ കൂട്ടി നീ മരണത്തിലല്ലാതെ നഷ്ടപ്പെട്ടിരുന്നുണ്ടോ? നഷ്ടപ്പെടാൻ പാടില്ലാത്തതിനോട് സ്വാർത്ഥനാവുന്നത് തെറ്റാണ്. എന്നല്ല, ഞാൻ നഷ്ടപ്പെടുമെന്ന് ചിലപ്പോഴൊക്കെ ജഡിക്ക് തോന്നുന്നുണ്ടല്ലേ? ഇഷ്ടപ്പെടുന്നതിനൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളത് ചിലരുടെ ശാപം. അങ്ങനൊരു ജന്മശാപം എനിക്കുണ്ടോയെന്ന് ചില സമയത്തൊക്കെ തോന്നിപ്പോവാറുണ്ട്.
ഇനിയൊരു നഷ്ടം എനിക്ക് താങ്ങാനാവില്ല നാദിര. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനാ ഇനി ജെഡിക്ക് യോഗം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ജിഷ അടങ്ങുന്നൊരു ജീവിതം അത് ജെഡിക്ക് ഇഷ്ടമായിരുന്നില്ലേ? അവൾ തിരിച്ചു വന്ന് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായാല് സന്തോഷാവില്ലേ ജെഡിക്ക്? അങ്ങനൊന്നുമില്ല. നിനക്ക് അവള് വേണമെന്നുണ്ടെങ്കിൽ ആവാന്ന് മാത്രം. അതല്ലാതെ എനിക്കിനി വേറെ ആരും മസ്റ്റല്ല. നിനക്കെന്തൊരു പ്രയാസം പോലെ? ഏയ്, ജെഡിയുടെ ഇപ്പോഴത്തെ ഈ സ്നേഹം കാണുമ്പോ എനിക്കെന്തോ ഒരു പേടി. വേണ്ട ജെഡി, ഇത്രയ്ക്കൊന്നും മനസ്സിൽ വെക്കണ്ട. മനുഷ്യന്റെ കാര്യല്ലേ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മരണത്തിലൂടെയുള്ള വേർപാടിനെ ആർക്കും തടയാനാവില്ല. പക്ഷേ അതിനു മുമ്പൊരു വേർപിരിയൽ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവായിരുന്ന മാത്രം മതി. രണ്ട് ജീവിത പങ്കാളികൾ ഉണ്ടായെങ്കിലും ഇത്രയും കാലത്ത് ജീവിതത്തിനിടയിൽ ഫാമിലി ലൈഫിന്റെ ത്രിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ആദ്യത്തെ ആളെ കൊണ്ട് ഈ ദേശം തന്നെ വിട്ടുപോകാനായിരുന്നു യോഗം. കാലങ്ങൾക്ക് ശേഷം ഭാഗ്യമായി കിട്ടിയ നിന്നിലൂടെയെങ്കിലും ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കണം നാദര.